ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് യേശുക്രിസ്തു തന്റെ ഉദ്ധാനത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത പുണ്യഭൂമിയാണ് ഇസ്രായേലിലെ ജെറുസലേമിലുള്ള ഒലിവുമല. ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള സ്വർഗാരോഹണ ദേവാലയം ചരിത്രപരമായും ആത്മീയമായും ഏറെ പ്രത്യേകതകളുള്ള ഒന്നാണ്. നിലവിൽ ഒരു മുസ്ലിം ഭരണ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണിതെങ്കിലും വർഷത്തിൽ സ്വർഗാരോഹണ തിരുനാൾ ദിവസം മാത്രം ക്രൈസ്തവർക്ക് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പ്രത്യേക അനുവാദമുണ്ട്. 8 വശങ്ങളുള്ള ഈ ചെറിയ ചാപ്പലിന്റെ മധ്യഭാഗത്തായി പൗരാണികമായ ഒരു പാറയുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ പതിപ്പിച്ച അവസാന പാദമുദ്ര ഈ പാറയിലാണെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളായി ഈ പാദമുദ്ര വണങ്ങാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിശ്വാസികൾ ഇവിടെ എത്തുന്നു. കുരിശുയുദ്ധ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം ഇന്നും അതിന്റെ പഴമ ഒട്ടും ചോരാതെ സംരക്ഷിക്കപ്പെടുന്നു. AD 1188 സുൽത്താൻ സലാഹുദ്ദീൻ ജെറുസലേം കീഴടക്കിയതോടെയാണ് ഈ ദേവാലയം ഒരു ഇസ്ലാമിക ഫൗണ്ടേഷന്റെ ഭാഗമായി മാറിയത്. എങ്കിലും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ ആരാധന നടത്താൻ അന്ന് നൽകിയ അനുമതി ഇന്നും തുടർന്നു പോകുന്നു. മതസൗഹാർദ്ദത്തിന്റെ അപൂർവമായ ഒരു മാതൃക കൂടിയാണ് ഈ ദേവാലയം. നിലവിൽ മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയോടെ ഒലിവുമല കയറുന്നുണ്ട്. ലോക സമാധാനത്തിനായും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമായുള്ള പ്രത്യേക പ്രാർത്ഥനകളാണ് ഈ പുണ്യസ്ഥലത്ത് ഇപ്പോൾ ഉയരുന്നത്. മതങ്ങൾക്കും അതിരുകൾക്കും അപ്പുറം പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വലിയൊരു സന്ദേശമാണ് ഈ ചരിത്ര സ്മാരകം ഇന്നും ലോകത്തിന് നൽകുന്നത്.